കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നമ്മൾ ദർശനത്തിനായി ചെല്ലുമ്പോൾ ക്ഷേത്രത്തിന് ചുറ്റുമായി ഒരുപാട് ആൽത്തറകൾ കണ്ടിട്ടില്ലേ? ഈ ആൽത്തറകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അവകാശത്തറകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ 34ഓളം ആൽത്തറകളുണ്ട് ഇവിടെ. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുടെ പ്രധാന വിശ്രമ കേന്ദ്രങ്ങളുമാണിത്. പക്ഷേ ഈ കൊടുങ്ങല്ലൂർ ഭരണിക്കാലത്ത് മറ്റുള്ളവർക്ക് ഇവിടെ ഇരിക്കാൻ അനുവാദമില്ല. കാരണം ഭരണിക്കെത്തുന്ന ഓരോരോ ദേശക്കാരുടെ അവകാശത്തറകളാണിത്. ഭൂരിഭാഗവും വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന ദേശക്കാരുടേതുമാണ്. ഓരോരോ തറകളിലും അതാത് ദേശക്കാരുടെ ഉടമസ്ഥാവകാശവും കുറിച്ചിട്ടുണ്ട്. ചില തറകൾ ചില തറവാട്ടുകാരുടേതായിട്ടുമുണ്ട്. കാളി ദാരിക യുദ്ധത്തിൽ ദേവിയുടെ സേനകളെ നയിച്ചിരുന്ന പടനായകന്മാർ നിലകൊണ്ടിരുന്നതാണ് ഈ അവകാശത്തറകൾ എന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊടുങ്ങല്ലൂർ വലിയതമ്പുരാൻ്റെ അനുമതിയോടെ ഈ ആൽത്തറകളിൽ നിന്നും പാട്ടം പിരിക്കുന്ന ഒരു പതിവുമുണ്ട്. ഈ പിരിവിനായി ആൽത്തറാധികാരി എന്നൊരു സ്ഥാനവുമുണ്ട്. കോതമ്പറമ്പിലെ അരയമ്പറമ്പിൽ തറവാട്ടുകാർക്കാണ് ഈ പണം പിരിക്കുന്നതിനുള്ള അവകാശം. രേവതി നാളിലാണ് ആൽത്തറാധികാരി എത്തി ആൽത്തറകളിൽ നിന്നും പണം പിരിക്കുന്നതും. ഈ ആൽത്തറകളിൽ ഏറ്റവും പ്രധാനം ക്ഷേത്രത്തിന് മുൻപിലായി കാണുന്ന വലിപ്പമുള്ള നിലപാട് തറയാണ്. പ്രസിദ്ധമായ ഭരണി ഉത്സവത്തിൻ്റെ സമയത്ത് അശ്വതിയുടെ അന്ന് തൃച്ചന്തരച്ചാർത്ത് വിശിഷ്ടമായ പൂജയ്ക്ക് ശേഷം കാവുതീണ്ടലിനുള്ള അനുമതി നൽകാനായി വലിയ തമ്പുരാൻ ഉപവിഷ്ടനാകുന്നത് ഈ നിലപാട് തറയിലാണ്. ആദ്യം കാവുതീണ്ടാനുള്ള അനുമതി പാലക്കവേലനാണ്. അത് കഴിഞ്ഞാൽ അവിടെ കൂടി നിൽക്കുന്ന കോമരങ്ങളും ഭക്തജനങ്ങളും ഒരുമിച്ച് കാവ് തീണ്ടുകയും ചെയ്യും.